റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിവും പ്രതിഭകളും ഒരുമിക്കുന്ന റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഒരു പ്രതിഭയാണ്. നമ്മുടെ അതിഥിയായിട്ട് എത്താൻ പോകുന്നത് ആ വ്യക്തിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് തുമ്പപ്പൂവിന്റെ പോലെ സൗന്ദര്യമുള്ള അതേപോലുള്ള ഒരു മുഖവും ചിരിയും എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരും മുന്നിലേക്ക് എത്തുന്ന മലയാളത്തിന്റെ മുഖശ്രീ അനുശ്രീയാണ് റെഡ് കാർപ്പറ്റ് ചുങ്ക ജ്വല്ലറിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത്. സ്വാഗതം അനുശ്രീ. എനിക്ക് ശരിക്കും പറഞ്ഞ ചിരി വരികയാണ്. അതായത് നിന്നെ കാണുമ്പോഴല്ല, നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസരം വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാനും കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഞങ്ങള് കുറെ വർഷമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. എന്താണ് വിശേഷങ്ങൾ? പറ. ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. ഇങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നു. എനിക്കും ഭയങ്കര സന്തോഷം. കാരണം ഈ പറഞ്ഞതുപോലെ ഞങ്ങള് ഒരുപാട് അവസരങ്ങളിൽ പിന്നീട് കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു വേദിയിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സ്വാസിക തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നിരിക്കണമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അതിൽ ഒത്തിരി സന്തോഷം. കാരണം നമ്മൾ വന്ന ആ ഷോയില് എനിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ള രണ്ടുപേരാണ് സ്വാസികയും ഷിബ്ലയും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരുമായിട്ട് മാത്രമേ എനിക്ക് അങ്ങനെ കോണ്ടാക്റ്റ് ഉള്ളൂ. സോ എൻ്റെ ആ ഒരു ബാച്ച്മേറ്റ്സ്, എൻ്റെ ആ ഒരു ഫ്രണ്ട്സിനെ തന്നെ എനിക്കിപ്പോൾ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. എനിക്കും ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ആ ഒരു സമയം ഒന്ന് റിവൈൻഡ് ചെയ്യാം. വളരെ തൻ്റെ ഇടത്തോടുകൂടി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു നായികയാണ് അനുശ്രീ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. കാരണം ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതാണ്. ലാൽ ജോസ് സാർ ഒരു കാര്യം ചോദിച്ചപ്പോൾ വളരെ തൻ്റെ ഇടമായിട്ട് സാറ് വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ വേറെ ആൾക്കാർ വിളിക്കും എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ എൻ്റെ റൂമിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി എന്നൊക്കെ. ശരിക്കും നിനക്ക് എന്താ പറ്റി? ഇല്ലില്ല, ഒരിക്കലും നമ്മൾ അവിടെ ഭയങ്കര നെർവസ് ആയിട്ട് അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ വരണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അവര് നമ്മൾ എടുക്കണമെന്നില്ല. സോ എനിക്ക് അന്നേരം തോന്നിയത് നമ്മൾ കുറച്ച് ബോൾഡ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടി ആയിരിക്കാം. ഓക്കെ, സാറിന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ ചൂസ് ചെയ്തോളും, അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ബ്ലസ് ആയിട്ട് കിട്ടിയത് സാർ അതിനെ ഒരു പോസിറ്റീവ് സൈഡിൽ എടുത്തതാണ് എനിക്ക് കിട്ടിയ ഡയലോഗ് കൊണ്ടാണ്. അതെ ഡയമണ്ട് നെക്ലസ് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോഴും എല്ലാ ആൾക്കാരും ആ ഒരു ഷോനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മളെ പറ്റി പറയുമ്പോൾ എന്നെ ഓർക്കുന്നത് ഒരു പക്ഷെ ആ ഒരു ഡയലോഗിൽ കൂടി തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഈ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു സ്ഥലവുമാണ് കമുകഞ്ചേരി, ഇവരുടെ നാട്. അപ്പം അവിടുത്തെ നിങ്ങളുടെ നാട്ടിലെ ഓണക്കാലം എങ്ങനെയായിരുന്നു? എന്താണ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലാതിരുന്ന സമയത്തുള്ള ഓണം, ഇപ്പോഴത്തെ ഓണം, അതിനെക്കുറിച്ചൊക്കെ പറയും. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ വർക്കിലാണെങ്കിലും ആ ഒരു ടൈമില് ഫിലിം ഉണ്ടെങ്കിലും ഏറ്റവും മുന്നേ ഡേറ്റ് നോക്കി മാറ്റി വെക്കുന്ന രണ്ട് സമയങ്ങളാണ്, ഒന്ന് ഓണവും ഒന്ന് ഉത്സവവും. അതെ, എപ്പോഴും മാർച്ച് ഏപ്രിൽ ഞാൻ നോക്കും ഉത്സവത്തിന്. കാരണം ഞങ്ങളുടെ 10 ദിവസമാണ് ഉത്സവം. സോ ഒന്നുകിൽ 5 ദിവസം, 5 to 10 ഡേ, 5ാമത്തെ ദിവസം മുതൽ 10ാമത്തെ ദിവസം വരെയുള്ള ഡേറ്റ്, ഇല്ലെങ്കിൽ 1 മുതൽ 10 വരെ ഫ്രീ ആവാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം. കാരണം 7 ദിവസം സപ്താഹവും 3 ദിവസം ഉത്സവമാണ്. ഇല്ലെങ്കിൽ 5ാമത്തെ ദിവസം രുക്മിണി സ്വയംവരമാണ്. അന്നാണ് ഈ കൃഷ്ണനെയും രാധയൊക്കെ ഒരുക്കിയിട്ട് ഇതാക്കണം. ആ ദിവസവും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഓണവും. കാരണം വെച്ചാൽ എല്ലാവരും വീട്ടിൽ ഒത്തുകൂടുന്ന ഒരു സമയമായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ പണ്ട് നമുക്ക് ഓണക്കോടി വാങ്ങിച്ച് തന്നിരുന്നത് നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ പണ്ടത്തേതിലും വ്യത്യസ്തമായിട്ട് എന്ന് എനിക്കങ്ങനെ ഭയങ്കര ഫീലിംഗ് ഒന്നുമില്ല. അന്നും ഞാൻ അവിടെ വായി നോക്കി നടക്കാറുണ്ട്. മൊത്തത്തില് ഒരു പക്ഷെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ ക്ലബും പരിപാടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ വട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറെ വർഷങ്ങളായിട്ട് അതൊക്കെയാണെന്ന് തോന്നുന്നു കുറെ കുറഞ്ഞിട്ടുള്ളത്. എല്ലാരും ടിവിയിലെ ഓണത്തിലായി പോയി. അതെ, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പോ അനുവിന്റെ പ്രൊഫഷൻ, ഫാമിലി, സുഹൃത്തുക്കൾ, അതുപോലെ വിമർശകർ, ഇവരെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഫാമിലി നമുക്ക് അറിയാം, എന്നാലും എങ്ങനെയാണ് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം വിമർശകരെ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരു ടൈപ്പൊന്നും അല്ല. എനിക്ക് ഹേർട്ട് ചെയ്യുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ വിമർശിക്കുന്നവരടുത്ത് മറുപടി പറയും. പക്ഷെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ നിൽക്കണ്ട, അവര് പറഞ്ഞിട്ട് പോട്ടെ. കുറെ ആൾക്കാര് നമ്മള് 10 എണ്ണം 20 എണ്ണം നമ്മൾ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കുമായിരിക്കും. പക്ഷെ ഒരെണ്ണം നമുക്ക് ചിലപ്പോൾ കൊള്ളുന്നതായിരിക്കും. അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തോ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഫാമിലിനെ കയറി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക്
എനിക്ക് എന്തിനാണ് ഇങ്ങനെയെന്നുള്ള രീതിയിൽ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരടുത്ത് ആ സ്നേഹവും കാണിക്കാറുണ്ട് എപ്പോഴും. കാരണം അവരുടെ സ്നേഹമാണ് ഏറ്റവും വലുതായിട്ട് നമുക്ക് വേണ്ട സപ്പോർട്ട്. അപ്പൊ ഇന്ന് അനുവിന്റെ മുന്നിൽ പെർഫോം ചെയ്യാൻ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആൾ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് അവർ ഈ റെഡ് കാർപ്പറ്റിന്റെ വക ഒരു വീഡിയോ പ്രൊഫൈൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് കാണാം. നമസ്കാരം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ? മറ്റൊരിടത്തും അല്ല, ഭാരതപ്പുഴയുടെ തീരത്താണ്. ഞാനിവിടെ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ആകസ്മികമാണ് കേട്ടോ. കാരണം എൻ്റെ അച്ഛൻ്റെ 5ാമത്തെ വർഷം, മരിച്ചിട്ട് 5 വർഷമായ ആണ്ടാണ്. ഇന്ന് വെളുപ്പിനെ ഇറങ്ങിയതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ ആണ്ടായിരുന്നു, അതുകൊണ്ട് ബലിയിടാൻ പോകണമായിരുന്നു. പക്ഷെ ആ ഒരു യാത്രയുടെ കൂടെ തന്നെ എനിക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ, എനിക്കൊന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാഴ്ചകൾ എനിക്ക് കിട്ടി. അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയറും ചെയ്തു. പക്ഷേ എൻ്റെ ഇനിയുള്ള ട്രിപ്പ് ജിൻഷ എന്ന് പറയുന്ന പട്ടാമ്പിക്കാരിയുണ്ട്, ഒരു നല്ല പാട്ടുകാരിയാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അപ്പം എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ജിൻഷയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് ജിൻഷയുടെ വീട്ടിലേക്ക് പോവാം. ബൈ. ചേട്ടാ, ഈ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു കുട്ടിയല്ലേ ജിൻഷ എന്ന് പറഞ്ഞിട്ട്, ജിൻഷ ഇവിടെ അല്ലേ പാട്ട് പഠിക്കുന്നത്? ഇപ്പോൾ ഉണ്ടോ അകത്ത്? ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ടൈപ്പ് സോങ്സ് ഒക്കെയാണ് ഇഷ്ടം? ലൈക്ക് ക്ലാസിക്കൽ, വെസ്റ്റേൺ? എനിക്ക് മെലഡി സോങ്, മെലഡീസ് ആണ് ഇഷ്ടം. ഇപ്പം മ്യൂസിക് എന്തായാലും ഒരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ക ക്ലാസിക്കൽ ഒരു കച്ചേരി പാടുന്ന സിംഗർ ആവാനാണോ, അതോ ശരിക്കും മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു വേഴ്സറ്റൈൽ സിംഗറായി ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പ്ലേ ബാക്ക് ലെവലിൽ നിൽക്കാനാണോ ആഗ്രഹം? പ്ലേ ബാക്ക് ലെവലിലാണ്. ഓക്കെ ഓക്കെ. പാടുന്നു ഞാനിന്ന് കാടാമ്പുഴയിലെത്തി, മാടി വിളിക്കുന്നെന്നെ വനദുർഗ. ജിൻഷ വേറെ ചാനലിലൊന്നും പങ്കെടുത്തിട്ടില്ല? ഇല്ല, പങ്കെടുത്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലാണ്, അമൃത ടിവിയിൽ. ഓക്കെ, ടെൻഷൻ ഉണ്ടോ അതിന്? ശരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ വലിയ സെലിബ്രിറ്റീസിന്റെ മുമ്പിലായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്. എന്നാലും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ജിൻഷ, അപ്പം നമുക്ക് വീട്ടിലോട്ടൊന്ന് പോയാലോ? ഇത് ജിൻഷയുടെ അമ്മയാണ്. ജിൻഷ എത്ര വയസ്സ് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്? ചെറിയൊരു 4ാം ക്ലാസ്സിൽ നിന്നൊക്കെ തുടങ്ങി, പിന്നെ അത് നിർത്തി വെച്ചു. 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ പിന്നെ തുടങ്ങി. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ ആരുടെ കീഴിലാണ് പഠിക്കുന്നത്? ഇവിടെ അടുത്തുള്ള മാഷ് തന്നെയാണ്, ഗിരീഷ് പറയും. ഗിരീഷ്. ജിൻഷനെ ആരാക്കണം എന്നാണ് ആഗ്രഹം? വലിയൊരു ഗായികയാക്കണം എന്നാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് നല്ലൊരു റീച്ച് തന്നെ നമുക്ക് കൊടുക്കണം. അതിന് ജിൻഷ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഫ്ലോറിൽ വന്നിട്ട്, റെഡ് കാർപ്പറ്റിൻ്റെ ഫ്ലോറിൽ വന്നിട്ട് ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ജിൻഷ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഇതേപോലത്തെ ഒരു ഫ്ലോറിൽ വരുന്ന ആദ്യമായിട്ടല്ലേ ജീവിതത്തിൽ? ആദ്യമായിട്ട് എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. നല്ല പേടിയുണ്ട്. സന്തോഷമുണ്ട്, പേടിയുണ്ട്, എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടല്ലേ? ഈ ചേച്ചീനെ കുറിച്ച് എന്തെങ്കിലും പറയൂ, ഒരു 2 വാക്ക്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു ആക്ടറാണ് ചേച്ചി. ചേച്ചിനെ നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട്, കുറെ വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ. മുമ്പ് അന്നേരം സ്റ്റേജിലൊന്നും പെർഫോം ചെയ്തിട്ടില്ലേ? ഇതേപോലൊരു സ്റ്റേജിൽ ഫസ്റ്റ് ടൈമാണ്. എല്ലാ തരം പാട്ടുകളും പാടുമോ? അതേ ക്ലാസിക്കൽ മാത്രമേ ഉള്ളൂ? അങ്ങനെയൊന്നുമില്ല, എല്ലാം പാടും. അടിച്ചുപൊളി പാട്ടുകളൊക്കെ പാടും, നാച്ചയൊക്കെ പാടാറുണ്ട്. എല്ലാം പാടും. ഇന്ന് ഏത് പാട്ടാ ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? അത് പറയും. രാപ്പാടി കേഴുന്നു എന്നുള്ള പാട്ട്. ഓക്കെ, അപ്പൊ തുടങ്ങാം അല്ലേ? ടെൻഷനൊന്നുമില്ല, കുറച്ച് റിലാക്സ്ഡ് ആണ്. ഇവിടെ ഭയങ്കര അടിപൊളിയാണെന്നേ, ഈ കാണുന്ന പോലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ച്
ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നല്ല വോയിസും. അതെ, ഒരുപാട് ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനൊന്നും കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല. നന്നായിട്ട് പാടി. ഈ പാട്ട് ആരാ സെലക്ട് ചെയ്ത്? മോളുടെ സെലക്ഷൻ ആണോ അതെയോ? അല്ല, അച്ഛൻ സെലക്ട് ചെയ്തു. അച്ഛൻ സെലക്ട് ചെയ്താണ്. അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും അല്ലേ? ഒരു ഫീൽ ഉള്ളൊരു സോങ് ആണ്. അതെ. നമുക്ക് ഇവിടെ വരുന്ന എല്ലാ കണ്ടസ്റ്റൻസിനോടും ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ അച്ഛന്മാരാണ് അതിൻ്റെ ഏറ്റവും വലിയ കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, അമ്മമാരെക്കാളും കൂടുതലായിട്ട്. പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ് പുഷ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരു അച്ഛനാണ് എപ്പോഴും. എങ്ങനെയാണ് മോളുടെ കാര്യത്തിൽ എങ്ങനെയാണ് അച്ഛനെ വേറെ എന്തൊക്കെയാണ് അച്ഛൻ പറയാറ്? അച്ഛൻ പാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരും. പിന്നെ അമ്മ അതെ. അതെ. അച്ഛൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. ഇല്ല. നമസ്കാരം അച്ഛാ. നമസ്കാരം. അച്ഛന്റെ പേരെന്താണ്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. അപ്പൊ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണോ അച്ഛൻ കൂടുതൽ ശ്രദ്ധിക്കുക? അതോ പ്രാക്ടീസ് ചെയ്യും മോളെ, അത് ചെയ്യും മോളെ എന്നൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. പ്രാക്ടീസ് ചെയ്യോ? ആദ്യം മടിച്ചാണോ? ചെറിയൊരു മടിയുണ്ട്. എന്തായാലും പ്രാക്ടീസ് ഒക്കെ ചെയ്യും. അച്ഛന് പണ്ട് പാട്ട് പഠിക്കാൻ ഇഷ്ടായിരുന്നോ? ഇഷ്ടായിരുന്നു. എനിക്ക് പറ്റാത്ത എന്റെ മോളിലൂടെ വായിച്ചെടുക്കണം എന്നുള്ളൊരു. അതെ. അച്ഛൻ കുറച്ചെങ്കിലും പാടുവോ? ഇല്ല. ഒരു 2 വരി? ഇല്ല. ഒരു വരി വേണ്ട. പാടില്ല. അമ്മയുടെ പേര് പറയൂ. ബീന. അമ്മയും പാടില്ല അല്ലെ? നല്ലൊരു വേദിയാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ മോൾക്ക് പറ്റിയ, ആദ്യം തുടങ്ങാൻ പറ്റിയ ഒരു വേദിയാണ്. അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയിരുന്നു? ഉണ്ടായിരുന്നു. സന്തോഷാണ്. അപ്പൊ സന്തോഷാണ്.